സാംസുയി സെഫയർ 37 ലിറ്റർ ഒരു പേഴ്സണൽ എയർ കൂളർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ കൂളർ. ഇതൊരു ബേസ് മോഡലാണ്, ഒത്തിരി പഴയ മോഡലാണ്. അത്യാവശ്യം ഹൈടെക് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ കാസ്റ്റർ വീലുണ്ട്, അത് നമുക്ക് അതിൻ്റെ പിറകിൽ ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് കണക്ട് വെച്ചിട്ട് പ്ലഗ് ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് കാണിക്കാൻ പറ്റിയില്ല, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വീല് ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്തുകൊണ്ട് പോകാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ഐസ് ചേമ്പർ. ഇതുവഴി നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇതായിരിക്കും കുറച്ചുകൂടി നല്ല ഓപ്ഷൻ. പിന്നെ ഉള്ളത് മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല തണുത്ത വെള്ളം, അത് ഐസ് വാട്ടർ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ബെറ്റർ കൂളിംഗ്, AC ടൈപ്പ് ഓഫ് കൂളിംഗ് കിട്ടും. പിന്നെ ഏതാണ്ട് ഒരു 37 ലിറ്റർ വെള്ളം ഇങ്ങനെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചോളണം. പിന്നെ ഉള്ളത് ഈ ഹണികോം മെഷീൻ്റെ ഈ ബോട്ടം പോർഷൻ ഉണ്ട്, അവിടെ നമുക്ക് ജസ്റ്റ് ഉയർത്തിയിട്ട് അതുവഴി ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇവർ തന്നിരിക്കുന്ന മാനുവൽ ഇതുവഴി ആഡ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഐസ് ചേമ്പർ പ്രൊവൈഡ് ചെയ്യാനാണ്. ഇതിപ്പോൾ ഫുൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് പമ്പ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുവഴിയാണ് ഈ ഐസ് ചേമ്പർ വഴിയാണ് വെള്ളം ഇങ്ങനെ ഫില്ലായി പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സ്വിങ് ആമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് ഇത് മാനുവലാണ്, പക്ഷേ ഇതിനകത്തുള്ള സ്വിങ്ങിങ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്വിങ്ങിങ് നമുക്ക് ഓട്ടോമാറ്റിക്കാണ്. ഇത് അപ്പ് ആൻഡ് ഡൗൺ മാനുവലി ചെയ്യേണ്ടി വരും. അത് വലിയ കുഴപ്പമില്ല. ഒരു 5000 റുപ്പീസിന് ഇത് ഓക്കെയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ വാട്ടറിന് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ 2 നോബുണ്ട്. ഒന്ന് നമുക്ക് ഫാനും, ഇതിപ്പോൾ ഞാൻ സ്വിങ് ചെയ്യുന്നത് ഇതിൻ്റെ സ്വിങ്ങിങ് മോഡാണ്. കൂളിങ്, വാട്ടർ ഫില്ലിങ്, ഐസ് ചേമ്പർ വഴി വാട്ടർ വരണം എന്നുള്ളത്. പിന്നെ ഇത് ഇതിൻ്റെ സ്പീഡാണ്, എത്ര സ്പീഡിൽ പോകുന്നുള്ളത്. ലോ സ്പീഡിൽ തന്നെ അത്യാവശ്യം നോയ്സൊക്കെ ഉണ്ട്. ഹൈ സ്പീഡിൽ നല്ല നോയ്സ് വരും. റൂമിലൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല സ്പീഡിൽ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാം അത്യാവശ്യം നല്ല തണുത്ത കാറ്റ്. ഞാൻ ഐസ് വാട്ടർ നിറച്ചതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റാണ്. AC ടൈപ്പ് ഓഫ് കാറ്റാണ് വരുന്നത്. പക്ഷേ ഇത് നല്ല ചൂട് വരുമ്പോൾ എത്രത്തോളം എഫക്റ്റ് ആവുന്നില്ല. ഞാനിപ്പോൾ നമ്മുടെ സെയിം ബോട്ടിൽ ഐസാക്കിയിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഐസും വയ്ക്കാം. ഇതിപ്പോൾ ബോട്ടിൽ ഫുള്ള് ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അത് കുഴപ്പമില്ല. അത്യാവശ്യം ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് നല്ല കൂളിംഗ് ഉണ്ട്. ഇതാകുമ്പോൾ മാറ്റി വയ്ക്കും. ഒരു 3-4 എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെച്ച് കൊടുത്താൽ മതി.